നമസ്കാരം. ഈ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വിശദമായ വാർത്തകളിലേക്ക്. അമ്മ പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെച്ചിട്ടില്ലെന്ന് ശ്വേതാ മേനൻ. നിരപരാധിത്വം തെളിയിക്കാതെ താൻ പടിയിറങ്ങില്ല. താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, സംഘടനയെ അനാഥമാക്കിയിട്ടില്ലെന്നും ജനറൽ ബോഡി യോഗത്തിൽ താൻ രാജിവെക്കണമെന്ന മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായി ചിലർ എത്തിയെന്നും ശ്വേതാ മേനൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ആൻമരിയ സണ്ണിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ആൻമരിയ, ശ്വേതയുടെ നേതൃത്വത്തിലുള്ള ആ സംഘം അവർ രാജി സമർപ്പിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് രാജിവെച്ചിട്ടില്ല എന്ന് പറയാനാവുക? അമൃത, കഴിഞ്ഞ ജനറൽ ബോഡി യോഗം, അതായത് കഴിഞ്ഞ 21-ാം തീയതി നടന്ന ജനറൽ ബോഡി യോഗത്തിലേക്ക് നടന്ന കാര്യങ്ങൾ, നാടകീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണവുമായിട്ടാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് രാജിവെച്ച് ഞങ്ങൾ പോകുന്നു എന്നായിരുന്നു അവർ അപ്പോൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു രാജി അവർ അറിയിച്ചിട്ടില്ല. അതായത് മെയിൽ മുഖാന്തരമോ മറ്റു രീതിയിലോ ഔദ്യോഗികമായിട്ടുള്ള ഒരു രാജി കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരും ഇതുവരെയും അറിയിച്ചിട്ടില്ല. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെ കുക്കു പരമേശ്, ലക്ഷ്മിപ്രിയ തുടങ്ങിയ പഴയ ഭരണസമിതി അംഗങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു രാജിവെക്കാതെ പോകുന്നത് അത് ബൈലോ പ്രകാരം നോക്കുകയാണെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം അമ്മ ബൈലോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അമ്മ ബൈലോയിൽ പറയുന്നില്ല. നിലവിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ നിലവിൽ നിലനിൽക്കുന്ന ഒരു ഭരണസമിതി രാജിവെച്ച് പോവുകയാണ് എങ്കിൽ അടുത്ത ജനറൽ ബോഡി യോഗം ചേർന്ന് അടുത്ത ഭരണസമിതിയെ തീരുമാനിക്കുന്നതുവരെ നിലവിൽ ഇപ്പോൾ ഉള്ള ഭരണസമിതിക്ക് തന്നെ തുടരാൻ കഴിയും എന്നതാണ് അമ്മ ബൈലോയിൽ പറയുന്ന കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിക്കുകയും അവിടെ കുറച്ച് അംഗങ്ങളെ തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്നാണ് അമ്മ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ആ ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള ചില അംഗങ്ങളെ അഡ്ഹോക് കമ്മിറ്റിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം തന്നെ അമ്മ സ്ഥാനവും അമ്മയിലുള്ള അംഗത്വവും ഔദ്യോഗികമായിട്ട് രാജിവെക്കാത്തതിനാൽ ഈ നിലവിലെ ഇപ്പോൾ ഭരണസമിതി അല്ല ഇവർ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവർക്ക് കോടതി വരെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ അവരോട് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രമേശ് പിഷാരടിയും അതോടൊപ്പം തന്നെ ഗണേഷ് കുമാരും പറഞ്ഞിരിക്കുന്ന കാര്യം കോടതിയിൽ പോകുകയാണെങ്കിൽ അപ്പോൾ നോക്കാം, ജനറൽ ബോർഡ് തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്, അത് ആ രീതിയിലേക്ക് പോകും. അമ്മയുടെ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അമ്മ സംഘടനയിലെ കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾ അവർ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. അതിനെല്ലാം ഒരു പ്രതികരണവുമായിട്ടാണ് ശ്വേതാ മേനോൻ എത്തിയിരിക്കുന്നത്. നിലവിൽ മറ്റൊരു കാര്യം കൂടി ശ്വേതയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിലവിൽ ശ്വേതാ മേനോൻ രാജിവെച്ച് പുറത്തേക്കില്ല എന്ന് പറയാതെ തന്നെ പറയുകയാണ് അതിനകത്ത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ. കാരണം തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ താൻ പടിയിറങ്ങുകയില്ല എന്നും. ആൻമരിയയിലേക്ക് വരാം. ഇതിനു മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ചർച്ചകൾക്ക് ശേഷം ശ്വേതാ മേനോൻ രാജിയുടെ കാര്യം പറയുന്ന ഒരു പ്രതികരണം അത് നമുക്ക് കേട്ടിട്ട് വീണ്ടും ആൻമരിയയിലേക്ക് എത്താം. ഞാൻ പേഴ്സണലി ശ്വേതാ മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു, പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ശ്വേതാ മേനൻ നേരത്തെ നടത്തിയ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആൻമരിയ തുടരുന്നുണ്ട്. ആൻമരിയ, ഇന്നിപ്പോൾ ശ്വേതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ജനറൽ ബോഡി യോഗത്തിൽ തന്നെ രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായി ചിലർ എത്തിയെന്നൊക്കെ ശ്വേത പറയുന്നുണ്ടല്ലോ. എന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ? അതുപോലെ തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ശ്വേത ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കരുതേണ്ടത്? അമൃത, തീർച്ചയായിട്ടും അത് അന്ന് ജനറൽ ബോഡി യോഗത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ കേട്ട ഈ ഒരു പ്രസ് മീറ്റിൽ തന്നെ ശ്വേതാ മേനോൻ പറയുന്നുണ്ട് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒരു പ്രീ പ്ലാന്റോട് കൂടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചേർന്നിരിക്കുന്നത്. കാരണം അന്ന് അവിടെ വന്ന രജിസ്ട്രേഷൻ ാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കൗണ്ടറിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ചാളുകൾ, ഒരു 10-15 അമ്മയിലെ അംഗങ്ങൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കുറിപ്പോട് കൂടി അവിടേക്ക് എത്തുന്നു. തനിക്കെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പലരെയും ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ പ്രമേയം അവിടെ പാസ്സായിട്ടില്ല. കാരണം അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും ഇവർക്ക്, അതായത് ശ്വേതാ മേനോനൊക്കെ സപ്പോർട്ടുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടെ ഒരു പ്രമേയം പാസ്സായിട്ടുമില്ല എന്ന കാര്യങ്ങൾ ആണ് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത്.
അതായത് ഒരു ഗൂഢാലോചനയോടുകൂടി ഈ ഭരണസമിതിയെ താഴെ ഇറക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അമൃത സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ശ്വേതാ മേനോന് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ബൈലോയിൽ പറയാത്തൊരു കാര്യം നിലനിൽക്കുന്നത്, അതായത് അഡ്ഹോക് കമ്മിറ്റി എന്നത് ബൈലോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമപരമായിട്ട് തന്നെ ശ്വേതാ മേനോന് കോടതിയെ സമീപിക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അത് നിരപരാധിത്വം തെളിയിക്കാതെ താൻ പടിയിറങ്ങുകയില്ല എന്നുള്ളൊരു സൂചന കൂടി തരുന്നത് കൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത. അമൃത. ശരി, അൻമരിയ സണ്ടയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ശ്വേതാ മേനൻ രാജിക്കത്ത് ഔദ്യോഗികമായി അമ്മയ്ക്ക് നൽകിയിട്ടില്ല എന്ന് അഡ്ഹോക് കമ്മിറ്റി കൺവീനർ രമേശ് പിഷാരടി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണം കൂടി. ബാങ്കിങ്ങിന്റെ സൈനിങ് അതോറിറ്റി ഒരു മാസം ഒരുപാട് ഈ കൈനീട്ടമായിട്ടുള്ള തുക പോകേണ്ടതും ഇൻഷുറൻസിന്റെ പ്രീമിയം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് മരുന്ന് സഞ്ജീവിനി പോലെയുള്ള പരിപാടികളൊക്കെ നടക്കേണ്ടതുള്ളത് കൊണ്ട് ഇതിൻ്റെ സൈനിങ് അതോറിറ്റികൾ, ബാങ്കുമായി ബന്ധപ്പെട്ട സൈനിങ് അതോറിറ്റികൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇന്ന് ഞങ്ങളൊരു യോഗം കൂടിയത്. ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിൻ്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ളൊരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. രാജി പ്രഖ്യാപിക്കുക മാത്രമാണ് ഉണ്ടായത്, രാജിവെച്ചിട്ടില്ല എന്ന് തന്നെയാണ് ശ്വേതാ മേനനും പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ കേസെടുക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ച് ബോംബെ ഹൈക്കോടതി. പോലീസ് മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ സേവകരല്ല. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പൗരന് അവകാശമില്ലേ എന്നും കോടതിയുടെ ചോദ്യം. SDPI നേതാവ് നൽകിയ ഹർജിയിലാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, വിവരങ്ങൾ. SDPI നേതാവ് അബ്ദുൾ വഹീദ് ചൌധരി നൽകിയ ഹർജിയിലാണ് കോടതി ആ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ മുംബൈ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ചില നിരീക്ഷണങ്ങളും ഒപ്പം രൂക്ഷമായ വിമർശനവുമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇദ്ദേഹത്തിനെതിരെ പൗരത്വ നിയമവും ഒപ്പം ഗ്യാൻവാബി സംഭവമൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ നാട് കടത്താനുള്ള ഒരു ഉത്തരവ് മുംബൈ പോലീസ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹർജി വന്നത്. ആ ഹർജിയാണ് കോടതി അനുവദിക്കുകയും ചെയ്തത്. ഏതായാലും കോടതി പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ എങ്ങനെയാണ് കേസെടുക്കാൻ കഴിയുന്നത്? കേന്ദ്ര സർക്കാർ മുർദാബാദ്, അമിത്ഷാ മുർദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലേ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അഭിപ്രായം പറയാനുള്ള പൗരന്റെ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് എന്നതുകൂടി കോടതി ഓർമ്മിപ്പിക്കുന്നു. പോലീസ് ജനങ്ങളുടെ സേവകരാണ്, അല്ലാതെ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ സേവകരല്ലെന്നും ഉത്തരവ് പറയവേ ജസ്റ്റിസ് മാധവ് ജാംദാർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, രാജ്യത്തെ സമീപകാലത്തുണ്ടായ സംഭവങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് ചോദ്യപേപ്പറുകൾ ചോരുകയാണ്, പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസ് ചുമത്തുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഹർജിക്കാരന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി ഇപ്പോഴത്തെ MP-മാരുടെ കൂറുമാറ്റത്തെയും കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കേസുകൾ ഉണ്ടെങ്കിൽ താങ്കൾക്കും ഇതുപോലെ കൂറുമാറി അപ്പുറത്തുള്ള വാഷിംഗ് മെഷീൻ വഴി പുറത്തു കടക്കാം എന്ന് കോടതി തമാശ രൂപേണ പറയുകയും ഈ ഹർജി ഭാഷയിൽ തന്നെയാണ് കോടതി ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പൗരന് അവകാശമില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് പങ്കുവച്ചത്. വാർത്താമ്പഴ തുടരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ യൂസർ ID ഫീച്ചർ പരിശോധന ശക്തമാക്കി കേന്ദ്ര സർക്കാർ. വാട്സാപ്പിന് പിന്നാലെ ടെലഗ്രാമിനും സിഗ്നലിനും കേന്ദ്രം നോട്ടീസ് നൽകി. യൂസർ ID ഫീച്ചറിൽ വിശദീകരണം നൽകാനും നിർദ്ദേശം. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അച്യുതൻ, ഈ സൈബർ തട്ടിപ്പ് അതുപോലെ തന്നെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയല്ലേ ഈ ഒരു നീക്കം? അമൃത, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ആശങ്ക പങ്കുവച്ചതാണ്. ടെലിഗ്രാമിനെ താൽക്കാലികമായി നിരോധിച്ച ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഈ ടെലിഗ്രാമിന്റെ ഈ യൂസർ ID ഫീച്ചർ വലിയ രീതിയിൽ ഈ സൈബർ തട്ടിപ്പിനായി ഒരു സംഘം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ അത് പലപ്പോഴും ഈ അന്വേഷണ സംഘത്തെ തന്നെ അവതാളത്തിലാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വാട്സപ്പും യൂസർ ID ഫീച്ചർ കൊണ്ടുവരാൻ നീക്കങ്ങളിലേക്ക് അതിന്റെ നടപടികൾ ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ വാട്സപ്പിന് പിന്നാലെ തന്നെ ടെലിഗ്രാമിനും സിഗ്നലിനുമാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. യൂസർ ID ഫീച്ചറിൽ വിശദീകരണം നൽകണം. അതായത് ഈ ആൾമാറാട്ടം അതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഈ ആപ്പുകൾ എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് പൗരന് നൽകുന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ടെലിഗ്രാമിനും സിഗ്നലിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ അദാനി പോർട്സിനെ അതൃപ്തി അറിയിച്ച് സർക്കാർ. നിക്ഷേപം നടത്തുന്ന വിവരം അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്തില്ല. അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും സർക്കാർ വ്യക്തമാക്കി. സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി അദാനിക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷം എതിർപ്പ് ശക്തമാക്കിയതിന് പിന്നാലെയാണ് അദാനി പോർട്സിനെ സർക്കാർ എതിർപ്പ് അറിയിച്ചത്. നിക്ഷേപം നടത്തുന്ന വിവരം അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്തില്ല. അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും സർക്കാർ വ്യക്തമാക്കി. BJP ഭരിക്കുന്ന സംസ്ഥാനം പോലെ കേരളത്തിൽ അദാനി സൂപ്പർ പവർ അല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അദാനി എന്താ സൂപ്പർ ഗവൺമെന്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? തുറമുഖ നടത്തിപ്പിനായി രൂപീകരിച്ച കമ്പനിയിലേക്ക് ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSC നടത്തിയ നിക്ഷേപം സംസ്ഥാന താൽപര്യത്തിന് എതിരാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. കരാർ ലംഘനത്തിന് നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ നിയമപരമായ മാർഗം ആലോചിക്കുമെന്നും പ്രതിപക്ഷം നിലപാടെടുത്തു. നിക്ഷേപത്തിനെതിരെ LDF നിലപാട് സ്വീകരിച്ചതോടെ CPIM മുഖപത്രമായ ദേശാഭിമാനി മലക്കം മറിഞ്ഞു. നിക്ഷേപത്തെ LDFന്റെ ദീർഘവീക്ഷണമെന്ന് ഇന്നലെ പ്രശംസിച്ച ദേശാഭിമാനിയുടെ ഇന്നത്തെ വാർത്ത വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ ആശങ്കയെന്നാണ്. 24 തിരുവനന്തപുരം. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഈ മാസം 180 മെഗാവാട്ട് വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് വാങ്ങാൻ KSCB. റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. 200 മെഗാവാട്ട് കൂടി വാങ്ങും. തിരികെ വാർത്തകളിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ VD സതീശൻ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. തീരുമാനം ഉൾപ്പെടുത്തിയ ധനബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതി കാണിച്ചത് മദ്യക്കമ്പനികളെ സഹായിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിൽ മുസ്ലിം ലീഗിനും മന്ത്രിമാർക്കും രണ്ടഭിപ്രായമെന്ന സൂചന നൽകി തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിലെ തോൽവിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സമൂഹമാധ്യമങ്ങളിൽ വിമർശിച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത് CPIM. ഈടാറ്റൂർ ബ്രാഞ്ച് സെക്രട്ടറി KP പ്രകാശൻ, കൂവേരി ലോക്കൽ കമ്മിറ്റി അംഗം ഷൈജു ചാലപ്പുറത്ത് എന്നിവർക്കെതിരെയാണ് നടപടി. പ്രകാശനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. ഷൈജുവിനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അജീഷ്, വിമർശിച്ചാൽ നടപടി എന്നാണോ? ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ഈ രണ്ടുപേർ CPIMന്റെ നേതാക്കളെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നത്. കീഴാറ്റൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു KP പ്രകാശൻ, കൂവേരി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഷൈജു ചാലപ്പുറത്ത് എന്നിവർ. ഈ ഇരുവരും CPIMന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് തളിപ്പറമ്പ് മുൻ MLA ആയിരുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെതിരെയായിരുന്നു വിമർശനാത്മക പോസ്റ്റുകൾ ഇട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചത്. പ്രകാശിനെ ഈ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. ഷൈജുവിനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും നീക്കി. പ്രകാശൻ നേരത്തെ MV ഗോവിന്ദനെയും ജെയിംസ് മാത്യുവിനെയും വിമർശിച്ച് ആയിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. വധശ്രമക്കേസ് പ്രതി VK നിഷാദിന്റെ ഭാരവാഹിത്വത്തെ ന്യായീകരിച്ച് DYFI. ഉമ്മൻചാണ്ടി സർക്കാരാണ് നിഷാദിനെ കള്ളക്കേസിൽ കുടുക്കിയതെന്നും നിഷാദിന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും DYFI. ജയിലിലുള്ള നിഷാദിനെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായി DYFI നിയോഗിച്ചിരുന്നു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 2026-28 കാലയളവിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് ജയം. 39 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ഒഴിവിലേക്ക് 46 സ്ഥാനാർത്ഥികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു. SN രഘുചന്ദ്രൻ നായരാണ് പ്രസിഡന്റ്. ഡോക്ടർ B ഗോവിന്ദനാണ് സീനിയർ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റായി സുരേഷ് മാത്യുവും സെക്രട്ടറിയായി എബ്രഹാം തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു. സൻലാൽ V ആണ് ജോയിന്റ് സെക്രട്ടറി. CAMR രഞ്ജിത്ത് കാർത്തികേയനാണ് ട്രഷറർ. സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ നിന്ന് വീണ്ടും കടമെടുക്കുന്നു. 1800 കോടി രൂപ കടപ്പത്രം വഴി സമാഹരിക്കാനാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് വായ്പ. UDF സർക്കാർ ഭരണത്തിലേറിയ ശേഷം 3600 കോടി രൂപ വായ്പയെടുത്തിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോഴത്തെ വായ്പ.
പരസ്പര സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ധാരണ. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ മേഖലയിലെ കരാർ ഉൾപ്പെടെ വിവിധ പദ്ധതികളിൽ ഒപ്പുവച്ചു. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് കോർപ്പറേഷൻ പദ്ധതിക്ക് കീഴിൽ രാജ്യത്ത് 1000 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ജപ്പാൻ ഇന്ത്യയെ സഹായിക്കും. റിപ്പോർട്ടോടെ വാർത്താമഴ പൂർണ്ണമാകുന്നു. നമസ്കാരം.